പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി നവ്യനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഏതെങ്കിലും പെൺകുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണോ അവൾ അമ്പലമുറ്റത്ത് വെച്ച് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അതിൽ അവളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവനെ കാണാതായപ്പോൾ നമ്മളൊക്കെ വിഷമിച്ചില്ലേ, അതുപോലെ തന്നെ നന്ദുവിനും വിഷമമുണ്ടായിരുന്നു. പിന്നെ അവനെ അവിടെ കണ്ട സമയത്ത് അവനാണ് അവളോട് അങ്ങനെ പെരുമാറിയത്. അപ്പോൾ നന്ദുവിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചേച്ചിമാരോട് അനിയത്തി പറയുന്ന കള്ളാണ്, ശരിക്കും ഇങ്ങനെയൊന്നല്ല സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ജാനകി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അനിയത്തി നല്ലവളാണെങ്കിലും ചീത്തവളാണെങ്കിലും എന്തായാലും അനന്തപുരിയുടെ വാതിൽ ഞാൻ അവൾക്ക് തുറന്നു കൊടുക്കില്ല എന്ന് പറയട്ടെ. അതുകൊണ്ട് അവളെ വേറെ കല്യാണത്തിന് പ്രേരിപ്പിക്കുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത്, അവളെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ ഇങ്ങനെ നവ്യനോട് പറയുകയാണ്. നവ്യയ്ക്കാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ ജാനകി അങ്ങനെ പറയുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇവിടെ പല ദുരന്തവും നടക്കും എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിയുമ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മോളെ നിനക്കൊരു കുഞ്ഞൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നോക്കി മാത്രം നടന്നാൽ മതി, മറ്റുള്ള കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ജാനകി ഇവിടെ ദുരന്തമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അതുതന്നെയാണ് എനിക്കും വേണ്ടത് എന്നൊക്കെ കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും രാകേഷിനോടും വിഘ്നേഷിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, അനാമിക കാരണം ഇപ്പോൾ എൻ്റെ മുത്തശ്ശനും മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിട്ടുമെന്ന് പറയുകയാണ്. ഞാൻ ജനിച്ചത് തൊട്ട് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും എൻ്റെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല, അവൾ ഞങ്ങളുടെ തറവാടിനെ അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിനെയാണ് നാണം കെടുത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും അനാമിക തിരിച്ച് അനന്തപുരിയിലേക്ക് വരില്ലല്ലോ എന്ന് രാകേഷും വിഘ്നേഷും പറയുന്ന സമയത്ത് അതാണ് പിന്നെ ഇതുകൊണ്ടുള്ളൊരു മെച്ചം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളുടെ റൂട്ട് ക്ലിയറാണ്, ഇനി നിനക്ക് നന്ദുവിനെ പ്രപ്പോസ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും ഞങ്ങളുടെ ബന്ധത്തിനെ ഇങ്ങനെ അനുകൂലിക്കില്ല, എല്ലാവരും എതിർക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ നന്ദുവിനെ കുറച്ച് കാലം പ്രേമിച്ച് നടന്നു എന്ന് വെച്ചിട്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ടനി പറയുന്നത്. ആകെ ഒരു ഗുണം ഉണ്ടായത് ഈ ഒരു കാര്യം മാത്രമാണെന്ന് പറയുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ കൊടുത്തിട്ട് ഒഴിവാക്കി വിടുന്നതല്ലേ നല്ലത് എന്നൊക്കെ അവരും ചോദിക്കുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, അവൾ അതൊക്കെ തന്നെയാണ് ഉന്നം വെക്കുന്നതെന്ന് മുത്തശ്ശന് മനസ്സിലായിട്ടുണ്ട്, ഇനി അവൾക്ക് മുത്തശ്ശനൊന്നും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവളിങ്ങനെ എൻ്റെ തറവാടിനെയും മൂർത്തീസ് ജ്വല്ലറിനെയൊക്കെയാണ് അപകീർത്തിപ്പെടുത്തിയത്, അതുകൊണ്ട് തന്നെ അവരെയൊന്നും ഇനിയിപ്പോൾ മുത്തശ്ശൻ വെറുതെ വിടില്ല, നിങ്ങൾക്കൊന്നും എൻ്റെ മുത്തശ്ശനെ മനസ്സിലാവാത്തതുകൊണ്ടാണ്, അനന്തപുരിയിലെ അനന്തമൂർത്തി വേറെ ലെവലാണ് എന്നൊക്കെ അനി അവരോട് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശും നയനിയും ഈ കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അനാമിക പറഞ്ഞതൊന്നും സത്യമല്ലല്ലോ, അപ്പോൾ അത് നമുക്ക് തെളിയിച്ചൂടെ എന്നൊക്കെയാണ് കേട്ടോ നയന ചോദിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നമ്മളായിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പിറകെ പോകണ്ട, നമ്മളിതിൻ്റെ പിറകെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഇത് കൂടും, അവളായിട്ട് തന്നെ ഡിവോഴ്സിന് ഒരുങ്ങുകയാണെങ്കിൽ നമുക്കതാണ് നല്ലത്, നമ്മളായിട്ട് അതിന് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കോമ്പൻസേഷനൊക്കെ അങ്ങനെ കൊടുക്കേണ്ടി വരും എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവളെപ്പോലെ ഒരുത്തിക്ക് ഇങ്ങനെ അത് കൊടുക്കാനുള്ള ഒരു അർഹതയില്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ആദർശ് തുറന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്താലോ എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ ആദർശ് പറയുന്നത് അതൊന്നും വേണ്ട എന്നുള്ളത്. എന്തായാലും പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദുവിനെ CI വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇയാൾ എന്തിനാ ഈ വിളിക്കുന്നതെന്നിങ്ങനെ ദേഷ്യത്തിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് കോൾ എടുക്കുന്നത്. അപ്പോൾ നന്ദുവിനോട് ഫ്രീ ആണെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ വരാൻ സാറേ എന്ന് നന്ദും പറയട്ടെ. എന്നിട്ട് കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നന്ദു ഓർക്കുന്നുണ്ടായിരുന്നു, വിളിച്ച ഉടനെ അങ്ങ് പോകുന്നില്ല, കുറച്ചങ്ങ് വെയിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നന്ദു അവിടെ ഇരിക്കുന്നത്. പിന്നീട് CIൻ്റെ അമ്മാവനാണെങ്കിലും കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. വേണുവിൻ്റെ പരിചയക്കാരൻ, പലിശക്കാരൻ, അയാളുടെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അമ്മാവനെ കാണുമ്പോൾ തന്നെ CI ഇതാരാ അമ്മാവനോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അയാളോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിലും ഇങ്ങനെ CIനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ വന്ന് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണോ നീ, നിന്നെ അവിടെ ഒരു പെണ്ണ് കാത്തിരിക്കുന്നില്ലേ, നമുക്ക് ഈ ബന്ധം പെട്ടെന്ന് അങ്ങ് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ CIക്ക് വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ട്. അയാളുടെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് 20 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എനിക്ക് 30 ആയി, ഇനിയിപ്പോൾ പ്രായം തമ്മിൽ ചേരുമോ എന്നുള്ള സംശയമാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, എന്തായാലും ഞങ്ങൾക്ക് നിന്നെ മതി, അവൾക്കും നിന്നെ വലിയ ഇഷ്ടമാണ്, നിന്നെ കാണാൻ മമ്മൂട്ടിയുടെ ഒരു ലുക്ക് ഉണ്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നതെന്ന് പറയൂ കേട്ടോ. എന്തായാലും അമ്മായിക്കും എനിക്കൊക്കെ സമ്മതം തന്നെയാണ്, സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ അയാളോട് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നന്ദു അവിടേക്ക് വരുന്നത്. അപ്പോൾ നന്ദുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മാവന്, ഇതിവിടുത്തെ വനിതാ SI ആണെന്ന് പറയും. അപ്പോൾ ഞങ്ങളെക്കാളും പുലിയാണ് ഇവൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലായി
എന്തായാലും നീ വീട്ടിലേക്ക് വാന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെ യാത്രയ്ക്ക് പറഞ്ഞു പോകട്ടോ. അപ്പോൾ നന്ദുവിനോട് അവിടെ ഇരിക്കാനായിട്ട് പറയുകയാണ്. നന്ദുവിനെ കുറിച്ചൊരു വാർത്തയൊക്കെ ചാനലിൽ വന്നല്ലോ, അതൊക്കെ കേട്ടായിരുന്നോ കണ്ടായിരുന്നോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു, അതിലൊന്നും ഒരു കഴമ്പില്ല, അവൾ വെറുതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞതാണ്, അതുകൊണ്ട് പിന്നെ എനിക്കതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് നന്ദു പറയുമ്പോൾ, അങ്ങനെ ഒരു പെൺകുട്ടി ഒരു ചാനലിൽ കയറി ഇങ്ങനെയൊക്കെ വിളിച്ച് പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സത്യം കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അയാൾ ചോദിക്കുമ്പോൾ അതിലൊന്നും ഒരു സത്യമില്ല എന്ന് തന്നെയാണ് നന്ദു പറയുന്നത്. നന്ദുവിനാണെങ്കിലും അയാൾ അങ്ങനെയൊന്നും ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അതുകൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഞങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ, സാറെന്നെ വിളിച്ചപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം പറയാനാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും എൻ്റെ ഇങ്ങനെ സഹപ്രവർത്തകയാണല്ലോ. പിന്നീട് അയാൾ പറയാണ്, ഞാൻ എൻ്റെ സഹപ്രവർത്തകരുടെ കുടുംബ പ്രശ്നത്തിലൊക്കെ ഇടപെടാറുണ്ട്, ഒരു വഴക്കുണ്ടാവുമ്പോൾ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ കുടുംബ പ്രശ്നം എനിക്ക് തന്നെ തീർക്കാനറിയാം, അതിന് മറ്റാരുടെയും സഹായമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അയാൾ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതിലെന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എന്ത് സഹായം ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നന്ദു പറയുന്നത്, എൻ്റെ കുടുംബ പ്രശ്നം എനിക്ക് തന്നെ തീർക്കാനറിയാം, അതിന് മറ്റാരുടെയും സഹായം വേണ്ട എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് നന്ദു അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അയാൾ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇവളൊരു പെൺസിംഹം തന്നെയാണ് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദു പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ CI അവിടെ നിന്ന് എണീറ്റ് വരുന്നുണ്ട്, കോൺസ്റ്റബിൾ എതിരെയും വരുന്നുണ്ട് കേട്ടോ. പിന്നീട് കോൺസ്റ്റബിളിനോടാണെങ്കിലും CI ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദുവിനെ കുറിച്ച് ഒരു വാർത്ത വന്നതൊക്കെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് പറയും. അപ്പോൾ അതിലൊന്നും ഒരു സത്യമില്ല എന്നാണ് നന്ദു പറഞ്ഞതെന്ന് പറയുമ്പോൾ, അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്, സാറ് അന്ന് ഇവിടെ ജോയിൻ ചെയ്യാൻ വന്ന ദിവസം ആ പയ്യനെ ഇവിടെ കണ്ടിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു മിന്നായം പോലെ കണ്ടു എന്ന് പറയും. CIനോടാണെങ്കിലും ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ടായിരുന്നു, ആ പയ്യനാണെങ്കിൽ ഏത് സമയവും നമ്മുടെ മാഡത്തിൻ്റെ പിറകെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്, അവന് നമ്മുടെ മാഡത്തിനോട് മുടിഞ്ഞ പ്രേമാണെന്നൊക്കെ പറയുമ്പോൾ അത് CIക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചൂടാവും. അല്ലാതെ പിന്നീട് അവിടെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അനി ഒരു ദിവസം സ്റ്റേഷനിലേക്ക് വന്നതും അനീനെ ചുമര് ചാരി നിർത്തിയതും ഒക്കെ പറയുന്നുണ്ടായിരുന്നേ. അത് കേൾക്കുമ്പോൾ അയാൾക്ക് അങ്ങ് സുഖിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ സ്വഭാവം വെച്ച് അവൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. അപ്പം അതിനുശേഷം പിന്നെ അവനെ കാണാതായി എന്ന് പറയും കേട്ടോ. അവൻ പേടിച്ച് ഓടിയതായിരിക്കും, പേടിത്തൊണ്ടൻ എന്ന് പറയുമ്പോൾ അല്ല, അതൊരു പ്രതിഷേധമായിരുന്നു. അപ്പോൾ കാണാതായതിൽ നമ്മുടെ മാഡം നന്നായിട്ട് വിഷമിച്ചു, എന്നിട്ട് അവനെ കണ്ടുപിടിക്കാൻ ഞങ്ങളോടൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് ആ കണ്ടുപിടിച്ച സമയത്ത് ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പരസ്യമായതാണെന്ന് പറയുമ്പോൾ എന്താ നടന്നതെന്ന് പറയുമെന്ന് പറയും. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ അയാൾക്കത് വിശ്വാസമൊന്നും വരുന്നില്ല. അയാൾ പറയുന്നുണ്ടായിരുന്നു, ഇത് AI-യുടെ കാലമാണ്, അതുകൊണ്ട് തന്നെ ആടിനെ പട്ടിയാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നാണ് ആ വീഡിയോ, അതാണെന്നാണ് കേട്ടോ അയാൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മാഡത്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചാനലിൽ വാർത്ത വന്നതിൻ്റെ പിറകിൽ അവൻ തന്നെ ആയിരിക്കും. എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതിന് മാഡത്തിന് കേസൊന്നും ഇല്ലല്ലോ, അങ്ങനെ കേസ് ഉണ്ടെങ്കിലല്ലേ നമുക്കൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും കേട്ടോ. ആ സമയത്ത് CI പറയുന്നുണ്ടായിരുന്നു, ഇതെന്തായാലും ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയാണല്ലോ നന്ദു, പെൺകുട്ടികളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ് ഈ CI സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ കോൺസ്റ്റബിൾ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇയാളിപ്പോൾ എന്തിനാണ് ഇതൊക്കെ എന്നോട് പറഞ്ഞത് എന്നിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നവ്യേനെയാണ് കാണിക്കുന്നത്. നവ്യ സിറ്റ് ഔട്ടിൽ ബുക്ക് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ആദർശ് നയനി ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നത്. അവരെ കാണുമ്പോൾ തന്നെ നവ്യ എണീറ്റ് അവരുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ആദർശിനോടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്, സ്വന്തം വില പോയത് പോട്ടെ, ഇതിപ്പോൾ മുത്തശ്ശൻ്റെ വിലയും കൂടെ കളഞ്ഞല്ലോ, അവൾ എന്തൊക്കെയാണ് ചാനലിലൂടെ വിളിച്ച് ഊവിയത് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, നാക്കിനെല്ലില്ലാത്തവരെ അങ്ങനെ പലതും വിളിച്ചു പറയും, അത് കേട്ട് ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യം എൻ്റെ ആദർശേട്ടനില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ചിലർ അങ്ങനെയാണ്, എല്ലാ രീതിക്കും നാണം കെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല എന്ന് പറയും, ഇതിപ്പോൾ അതുപോലെയുള്ളൊരു അവസ്ഥയാണ് എന്ന് പറയും. പക്ഷേ നമ്മളിങ്ങനെ പറയാറില്ലേ, തൊലി പൊളിഞ്ഞു പോയി എന്നൊക്കെ. ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴും സംഭവിക്കുമ്പോഴൊക്കെ, അതാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. നേരത്തെ ആണെങ്കിൽ ആദർശേട്ടൻ്റെയും മൂർത്തി മുത്തശ്ശൻ്റെയും പേരും പറഞ്ഞായിരുന്നു ഈ വീട്ടിലുള്ളവരൊക്കെ തലയുയർത്തി പിടിച്ച് നടന്നിരുന്നത്. ഇപ്പോൾ ഇങ്ങേരുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് നിനക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരവസ്ഥയില്ല, ഞാൻ ഏതവൻ്റെ മുന്നിലൂടെയും തല ഉയർത്തി പിടിച്ചെന്നെ നടക്കും എന്ന് നയന തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ നവ്യ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ നിൻ്റെ ഭർത്താവിൻ്റെ ഇങ്ങനെ പ്രവൃത്തി കാരണം ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഈ വീട്ടിലുള്ളവരെല്ലാവരും തല താഴ്ത്തിയാണ് നടക്കുന്നതെന്ന് പറയൂ കേട്ടോ.
അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, എനിക്കങ്ങനെ തല താഴ്ത്തി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറിഞ്ഞുകൊണ്ട് ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നവ്യെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, പിന്നെ അറിഞ്ഞുകൊണ്ടാണോ തെറ്റ് ചെയ്തത്? അത് നൈനയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, അതേ പറ്റിയൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, അവനോട് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ഏതവൻ്റെ കാര്യമാണ് നീ പറയുന്നതെന്ന്. അപ്പോഴേക്കും ആദർശ് ഇങ്ങനെ കണ്ണുകൊണ്ട് നൈനയോട് പറയണ്ട എന്നിങ്ങനെ കാണിക്കും. നൈന അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാനൊന്നും പറയുന്നില്ല, കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, കുടുംബത്തിനകത്തൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ച് പലതും ഉള്ളിലൊതുക്കി നടക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ബലഹീനതയാണെന്ന് കരുതരുത് എന്ന് പറയൂട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു, സംസാരത്തിൻ്റെ ലെവല് മാറിയാൽ ചിലപ്പോൾ കരയേണ്ടി വരുന്നത് ചേച്ചിക്ക് തന്നെ ആയിരിക്കും, അത് ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് നൈന അവിടെ നിന്ന് അങ്ങ് പോകൂട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് പലതും ഇങ്ങനെ മനസ്സിലൊതുക്കി നടക്കാനായിട്ട് പറ്റും, പക്ഷേ നിങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യം അങ്ങനെയല്ല, അവരുടെ നിയന്ത്രണം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലുള്ളത് പലതും അങ്ങ് തുറന്നു പറഞ്ഞേക്കും, അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ നവ്യ പറയുകയാണ്, രണ്ടുപേരും അങ്ങും തൊടാതെ സംസാരിക്കേണ്ട, നടന്നതെല്ലാം പകൽ പോലെ വ്യക്തമാണെന്ന്. എന്നിട്ട് ആദർശിനോട് പറയുകയാണ്, നിങ്ങൾക്ക് അല്പെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയുടെ MD സ്ഥാനം രാജിവെക്കണം, നിങ്ങൾക്ക് അച്ഛനും ഇളയച്ചനൊക്കെ ഉണ്ടല്ലോ, അവരെ ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് വരണം എന്ന് പറയൂട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതിന് ഞാൻ 100 വട്ടം എനിക്ക് സമ്മതമാണ്, പക്ഷേ ഇവിടെ ആരും അതിന് സമ്മതിക്കില്ല എന്ന് പറയൂട്ടോ. പിന്നെ നിനക്ക് ആഗ്രഹം കാണും ഞാൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് നിൻ്റെ ഭർത്താവ് ആ സ്ഥാനത്തേക്ക് വരണം എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താൽ തന്നെ ഇവിടെ ആരും അതിന് സപ്പോർട്ട് ചെയ്യില്ല, നീയും അപ്പച്ചി ഒഴികെയെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നെ അവനെ ഇവിടെയുള്ളവർക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന നവ്യേനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്